പാലക്കാട് കോൺഗ്രസ് വിട്ട എ.കെ. ഷാനിബ് ഡിവൈഎഫ്ഐ അംഗത്വം എടുക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും അംഗത്വം സ്വീകരിക്കുക. ഇതിനായി ഷാനിബ് തിരുവനന്തപുരത്തെത്തി. കോൺഗ്രസ് പാർട്ടിയിൽ വി.ഡി. സതീശനും ഷാഫി പറമ്പിലും അടങ്ങുന്ന കോക്കസ് ആണ് പ്രവർത്തിക്കുന്നതെന്ന് ഷാനിബ് മീഡിയ വണ്ണോട് പറഞ്ഞു. കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിക്കകത്ത് വി.ഡി. സതീശനും ഷാഫി പറമ്പിലും അടങ്ങുന്ന ഒരു കോക്കസ് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോക്കസാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. കെ മുരളീധരനെ പോലെ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ പോലെയുള്ള ആളുകൾക്കൊന്നും ഒരു അഭിപ്രായത്തിന് ഒരു വിലയില്ലാത്ത ഒരു സാഹചര്യമാണ് പാർട്ടിക്കകത്തുള്ളത്. അപ്പോൾ ഞങ്ങളെ പ്രാണികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് പുറത്താക്കുകയും വിഷപ്പാമ്പുകളെ എടുത്ത് തോളിലിടുകയും ചെയ്യുന്ന നിലപാട് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തിരുത്താൻ അവർ തയ്യാറല്ല. തീർച്ചയായും ഡിവൈഎഫ്ഐ ഒരു സ്വാഗതം ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെക്കുറിച്ചുള്ള ആലോചനകളിലായിരുന്നു കഴിഞ്ഞ ദിവസം ശക്തമായ തീരുമാനമെടുത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണ് എന്ന് ഈ കൃത്യമായി ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള തീരുമാനമെടുക്കുകയാണ്. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, കോൺഗ്രസുമായി സഹകരിച്ചില്ലെങ്കിലും കോൺഗ്രസുകാരനായി തുടരുമെന്ന പറഞ്ഞ ഷാനിബാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, കോൺഗ്രസ് വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇത് ഡിവൈഎഫ്ഐയിലേക്ക് എന്നുള്ള വാർത്തയും വരുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? ധന്യ, ഉപതെരഞ്ഞെടുപ്പിനിടയ്ക്കാണ് A.K. സരിന് പിന്നാലെ ഈ A.K. ഷാനിബ് കോൺഗ്രസിന്റെ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന ഷാനിബ് ഈ പാർട്ടിയിൽ തുടരും, പാർട്ടി പ്രവർത്തകനായി തുടരുമെന്നൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് സരിനുമായി കൂടിക്കാഴ്ച നടത്തുകയും സരിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുൾപ്പെടെ അദ്ദേഹം പറയുകയും ചെയ്തതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ഷാനിബ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കോൺഗ്രസുകാരനായി തുടരാനാണ് ആഗ്രഹിച്ചിരുന്നതുവെങ്കിലും ഇനി അതിന് സാധ്യമല്ല, താൻ പാർട്ടി വിടുകയാണ്, പൂർണ്ണമായും പാർട്ടിയിൽ നിന്നും പോവുകയാണ് എന്നുള്ളതായിരുന്നു ഷാനിബ് ചൂണ്ടിക്കാട്ടിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐ അംഗത്വം സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിലേക്ക് ഷാനിബും എത്തും. ഉച്ചയ്ക്കോടുകൂടി അംഗത്വം സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയിച്ചത്. ഇനി ഇടതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം എന്നുള്ളതാണ് ഷാനിബ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നന്ദഗോപാൽ.